25 വയസ്സുള്ള ഷർമിള എന്ന സ്ത്രീ കോയമ്പത്തൂർ നഗരത്തിലെ ആദ്യത്തെ വനിതാ ബസ് ഡ്രൈവറായിരുന്നു. ഷർമിളയ്ക്ക് കേരളത്തിൽ വേരുകളുണ്ട്. കോയമ്പത്തൂരിലെ ആദ്യത്തെ വനിതാ ബസ് ഡ്രൈവർ എന്ന പദവി ഏറ്റെടുത്തതോടെ അവർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ വടവള്ളിയിലെ തിരുവള്ളുവർ നഗരിൽ താമസിക്കുന്ന അവർ പുതിയ ജോലി ഏറ്റെടുത്തതോടെ കേരളത്തിലും തമിഴ്നാട്ടിലും നിരവധി ആരാധകരെ തേടി. ബസ് ഡ്രൈവറായ അവരുടെ ആദ്യത്തെ യാത്ര 2023 ഏപ്രിൽ 1 കോയമ്പത്തൂരിലെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് സോമന്നൂരിലേക്ക് സർവീസ് നടത്തുന്ന റൂട്ട് നമ്പർ 20A സ്വകാര്യ ബസ്സിലായിരുന്നു യാത്ര. ആദ്യ സർവീസിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. താമസിയാതെ മന്ത്രിമാർ, പാർലമെൻറ്റ് അംഗങ്ങൾ, സിനിമാ താരങ്ങൾ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഷർമിളയ്ക്ക് ആശംസകൾ നേർന്നു. അവരുടെ അസാധാരണമായ ഡ്രൈവിംഗ് അഭിരുചി പൊതുജനങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും വളരെയധികം ശ്രദ്ധയാകർഷിച്ചു. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർബലരല്ലെന്നും അവർക്ക് മനസ്സിലുള്ളതെന്തും ചെയ്യാൻ കഴിയുമെന്നുമുള്ള വസ്തുതയുടെ തെളിവാണ് ഷർമിളയുടെ വിജയം. സർക്കാർ ജോലിക്കായി അവൾ കാത്തുനിന്നില്ല. VV ട്രാൻസ്പോർട്ട് എന്ന സ്വകാര്യ കമ്പനി നൽകിയ അവസരം അവർ പ്രയോജനപ്പെടുത്തി. മറ്റു സ്ത്രീകൾക്ക് തിളങ്ങുന്ന മാതൃകയാണ് ഷർമിള. മനസ്സ് വച്ചാൽ ഒന്നും അസാധ്യമല്ലെന്നവർ വിശ്വസിക്കുന്നു. ഷർമിള ഓടിച്ചിരുന്ന ബസ്സിൽ സഞ്ചരിച്ച ഒരു കോളേജ് വിദ്യാർത്ഥിനി ഒരു യുവതി വാഹനം ഓടിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ഷർമിള തടസ്സങ്ങളെ ഭേദിച്ചറിയുകയും മറ്റുള്ളവരെ തൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഷർമിളയുടെ നേട്ടത്തെ അഭിനന്ദിക്കാൻ പലപ്പോഴും വഴിയാത്രക്കാർ ഒരു നിമിഷം നിൽക്കാറുണ്ടായിരുന്നു. ഷർമിളയോടൊപ്പം സെൽഫി എടുക്കാൻ ഗാന്ധിപുരം ബസ് സ്റ്റേഷനിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തിയിരുന്നു. അവളുടെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അവൾ അച്ഛനെ അനുഗമിക്കാൻ തുടങ്ങി. ഇത് ഡ്രൈവിംഗ് പഠിക്കാൻ സഹായിച്ചു. ഷർമിള വർഷങ്ങളായി തൻ്റെ പിതാവിൻ്റെ സഹായത്തോടെ LPG ഓട്ടോ ഓട്ടിച്ചു. ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ശരിയായ പരിശീലനവും ലൈസൻസ് നേടാൻ സഹായിക്കുന്നതിൽ അവളുടെ പിതാവ് നിർണായക പങ്ക് വഹിച്ചു. പുരുഷാധിപത്യമുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവൾ ദൃഢനിശ്ചയം ചെയ്തു. 10ാം ക്ലാസ്, +2 എന്നിവയിൽ ഡിസ്റ്റിങ്ഷനോടെ നല്ല മാർക്ക് നേടിയ ശേഷം ഫാർമസിയിൽ ഡിപ്ലോമ നേടി. പക്ഷേ കുട്ടിക്കാലം മുതൽ ഡ്രൈവിംഗ് ഷർമിളയുടെ പാഷനായിരുന്നു. 18 വയസ്സാകുമ്പോഴേക്കും സ്കൂട്ടറും ബൈക്കും കാറും ഓടിക്കാൻ കഴിഞ്ഞു. 19ാം വയസ്സിൽ ഹെവി ലൈസൻസ് നേടി ബസ്സും ട്രക്കും ഓടിക്കാൻ പഠിച്ചു. ഹെവി ലൈസൻസ് നേടാൻ ശ്രമിച്ചതിന് പലരും ഷർമിളയെ കളിയാക്കി. നീ പെണ്ണാണ്, നിന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് പലരും പറഞ്ഞപ്പോൾ അത് അവളുടെ തീരുമാനത്തെ ശക്തിപ്പെടുത്തി. എന്നാൽ ഹെവി ലൈസൻസ് നേടിയ ശേഷം ഡ്രൈവർ ജോലിക്കായി പല സ്വകാര്യ ബസ് കമ്പനികളെ സമീപിച്ചപ്പോൾ അവർ തന്നെ ഒഴിവാക്കിയതായി ഷർമിള പറയുന്നു. ഞാനൊരു സ്ത്രീ ആയതിനാൽ പിന്നീട് ബന്ധപ്പെടാമെന്ന് അവർ പറഞ്ഞ് എന്നെ മടക്കി അയച്ചു. വളരെ കുറച്ച് ബസ് ഉടമകൾ അവരുടെ ബസ് ഓടിക്കാൻ എന്നെ അനുവദിച്ചെങ്കിലും അത് ഒരു റൂട്ടിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് അച്ഛനിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അവർ നന്ദിയുള്ളവരാണ്. 2019 മുതൽ കോയമ്പത്തൂരിൽ ഓട്ടോ ഓട്ടിച്ചിരുന്ന ഷർമിള നഗരത്തിലെ ആദ്യത്തെ വനിതാ ബസ് ഡ്രൈവറായതിൽ അഭിമാനിച്ചിരുന്നു. സമൂഹത്തിൽ ഡ്രൈവർമാരോടുള്ള നിഷേധാത്മക മനോഭാവങ്ങൾ ഉണ്ടായിട്ടും ഷർമിള തൻ്റെ സ്വപ്നം പിന്തുടർന്ന് ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഷർമിളയ്ക്ക് ആ ജോലി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ആ ജോലി തുടരാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു തർക്കത്തെ തുടർന്നായിരുന്നു. ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ എന്ന നിലയിൽ ജോലി നഷ്ടപ്പെട്ടതോടെ ഷർമിള വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എന്നിട്ടും അവർക്ക് ധാരാളം പിന്തുണ ലഭിച്ചു. അവരുടെ ദുരവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ ഇതിഹാസ നടനായ കമൽഹാസൻ തന്നെ ഷർമിളയ്ക്ക് ഒരു വലിയ സമ്മാനം നൽകി, ഒരു പുതിയ കാർ. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലെ കുളപ്പുള്ളിയിലാണ് അവരുടെ മാതൃഭവനം. തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന അതിർത്തിയിൽ കോയമ്പത്തൂരിനടുത്താണിത്. കൂടുതൽ സ്ത്രീകളെ ഡ്രൈവിംഗ് തൊഴിലിലേക്ക് ആകർഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഷർമിള പറഞ്ഞിരിക്കുന്നു. മിക്ക സ്ത്രീകളും ഡ്രൈവിംഗ് ഒരു കരിയറാക്കി മാറ്റാൻ മടിക്കുന്നു. ആ സാഹചര്യം മാറ്റേണ്ടതുണ്ടെന്ന് ഷർമിള പറയുന്നു. പുതിയ വനിതാ കണ്ടക്ടറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഷർമിളയുടെ രാജിയിലേക്ക് വഴിതെളിയിച്ചതെന്നാണ് സ്വകാര്യ ബസിൻ്റെ ഉടമ പറയുന്നത്. ഷർമിള ഓടിക്കുന്ന ബസ്സിൽ ഒരു വനിതാ കണ്ടക്ടർ വരുമ്പോൾ പൊതുജന ശ്രദ്ധ അവരിലേക്ക് കൂടി ആകർഷിക്കുമെന്ന് ഷർമിളയ്ക്ക് അസൂയയുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഷർമിള ഒരു പുരുഷ കണ്ടക്ടറെ ആവശ്യപ്പെട്ടുവെന്നും അവർ പറയുന്നു. എന്നാൽ ഷർമിള പറയുന്നത് ആ വനിതാ കണ്ടക്ടർ തന്നെ അകാരണമായി ശകാരിക്കുന്നു എന്നും ബസ്സിന് അമിതമായ വേഗത കൂടുതലാകുന്നത് കാരണം അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും അവർക്കത് ഭയമാണെന്നും അങ്ങനെ സ്ഥിരമായി വഴക്കുണ്ടാകുമെന്നും ഷർമിള പറയുന്നു. എന്നാൽ ഷർമിളയുടെ രാജിയിലേക്ക് വഴിതെളിച്ചത് അതൊന്നുമല്ല. പാർലമെൻറ്റ് അംഗം കനിമൊഴിയുടെ മുന്നിൽ വച്ച് ആ വനിതാ കണ്ടക്ടർ തന്നോട് മോശമായി സംസാരിക്കുകയും തന്നെ അപമാനിക്കുകയും ചെയ്തതിനെ തുടർന്നാണെന്നാണ് ഷർമിള പറയുന്നത്.
യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ മാനേജരെ ഞാൻ ഫോണിൽ വിളിച്ച് ഞാൻ ബസ് വിടുകയാണെന്ന് പറഞ്ഞു. യാത്ര പൂർത്തിയാക്കാൻ മറ്റൊരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റേ ഡ്രൈവർ സമീപത്തുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾ ജോലി ഉപേക്ഷിച്ച ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ശർമിള പറയുന്നു. രാവിലെ പതിവ് പോലെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ എൻ്റെ ബസ്സിൽ കയറാൻ എത്തിയപ്പോൾ MP കനിമൊഴിയും ചില പാർട്ടി പ്രവർത്തകരും അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ എൻ്റെ ബസ്സിൽ കയറി. ഞാൻ അത്ഭുതപ്പെട്ടു. MP ഡ്രൈവർ സീറ്റിലേക്ക് വന്നു. എൻ്റെ പിന്നിൽ തട്ടി അഭിനന്ദിച്ചു. ചിലർ യാത്രയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അതേസമയം വനിതാ കണ്ടക്ടർ MPയുടെ അടുത്ത് വന്ന് ടിക്കറ്റ് വാങ്ങാൻ ആവശ്യപ്പെട്ടു. MPയോട് ടിക്കറ്റ് വാങ്ങാൻ നിർബന്ധിക്കരുതെന്ന് ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു. പക്ഷേ അവർ എൻ്റെ വാക്ക് കേട്ടില്ല. MP എന്നെ അഭിവാദ്യം ചെയ്തതിന് ശേഷം അവർക്ക് അസൂയയും ദേഷ്യം തോന്നിയെന്ന് ഞാൻ കരുതുന്നു. MPയുടെ മാത്രമല്ല കൂടെയുള്ള എല്ലാവരുടെയും ടിക്കറ്റുകളുടെ പണം ഞാൻ നൽകാമെന്ന് കണ്ടക്ടറോട് പറഞ്ഞു. വീണ്ടും കണ്ടക്ടർ എൻ്റെ അപേക്ഷ നിരസിച്ചു. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ MP ഇറങ്ങിയതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. എന്തായാലും പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ശർമിളയുടെ ജനപ്രീതി പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചു. കോയമ്പത്തൂരിലും സമീപ പ്രദേശങ്ങളിൽ നടന്ന സാമൂഹിക ചടങ്ങുകൾക്കും അവാർഡ് ദാന ചടങ്ങുകൾക്കും അവർ ഒരു പ്രമുഖ വ്യക്തിയായി. അങ്ങനെ ശർമിള കൂടുതൽ ഉയരങ്ങളിലേക്ക്, പ്രശസ്തിയിലേക്ക് കുതിച്ചു. കോയമ്പത്തൂരിൻ്റെ പ്രഥമ വനിതാ ഡ്രൈവർ എന്ന നിലയിൽ അവരുടെ മുൻകാല പ്രവർത്തനത്തിന് നിരവധി പരിപാടികളിൽ ആദരിക്കപ്പെട്ടു. 2023 ഒക്ടോബറിൽ മുംബൈയിലെ ധാരാവിയിൽ നടന്ന തമിഴ് ഡ്രൈവേഴ്സ് സംഘത്തിൽ ശർമിളയെ ആദരിച്ചു. ധാരാവി ML വർഷ തായ് ഗേദ്വാഗും ദക്ഷിണാഫ്രിക്കൻ കോൺസുലേറ്റ് ജനറൽ ശ്രീമതി ആൻഡ്രിയ കുഹനും പങ്കെടുത്ത ചടങ്ങിൽ ശർമിളയുടെ വിപ്ലവകരമായ സംഭാവനകളെ അംഗീകരിച്ചു. തൻ്റെ ചക്രവാളങ്ങൾ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് ശർമിള ഡിജിറ്റൽ മേഖലയിലേക്കും കടന്നു. തൻ്റെ ജനപ്രീതി മുതലെടുത്ത് അവൾ റൈഡർ ശർമിള ഒഫീഷ്യൽ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. അവിടെ അവർ തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കിടുന്നു, ഭക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കിടുന്നു, വാഹനങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യുന്നു. MP കനിമൊഴിയുടെ സന്ദർശനത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസം ശർമിളയുടെ സ്വമേധയാ രാജിവെക്കലിലേക്ക് നയിച്ചു. എന്നിരുന്നാലും ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്നാണ് രൂപാന്തരപ്പെട്ട് ശർമിള ഉയർന്നു വന്നത്. തമിഴ് ഡ്രൈവേഴ്സ് സംഘം ബഹുമതി ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ വിവാദങ്ങൾക്കപ്പുറമുള്ള അവരുടെ സ്വാധീനത്തിൻ്റെ തെളിവാണ്. എന്നിരുന്നാലും ശർമിള ചില പുലിവാലുകളിലും പിടിച്ചു. വനിതാ പോലീസിനെ അധിക്ഷേപിക്കുന്ന വീഡിയോ പങ്കുവെച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം സൈബർ ക്രൈം പോലീസ് അവർക്കെതിരെ കേസെടുത്തിരുന്നു. കമലഹാസൻ സമ്മാനിച്ച TN 38 DF 4030 എന്ന രജിസ്ട്രേഷനുള്ള കാറുമായി പോകവെ സത്യമംഗലം റോഡ് ജംഗ്ഷനിൽ ശർമിള ഗതാഗത തടസ്സം സൃഷ്ടിച്ചെന്നാണ് പോലീസ് ആരോപണം. ഇത് ചോദ്യം ചെയ്യുന്നതിനിടെ അനുമതിയില്ലാതെ ശർമിള പോലീസിൻ്റെ വീഡിയോ എടുത്തുവെന്നും ഭീഷണിപ്പെടുത്തി സംഭവ സ്ഥലത്തു നിന്നും പോയെന്നുമാണ് പോലീസ് ആരോപിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം ട്രാഫിക് പോലീസ് അനാവശ്യമായി പണം പിരിക്കുന്നുവെന്ന തരത്തിൽ ശർമിള ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചുവെന്നും പോലീസ് ആരോപിക്കുന്നു. പണം പിരിക്കുന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് സംഭവത്തെ തുടർന്ന് തെറ്റായ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് കേസെടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും ശർമിള പലരുടെയും അഭിമാനമായിരുന്നു.